അവളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ നോക്കി, അവിടെ വന്നിട്ടില്ല. ഇവിടെ ഗേൾസ് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. നിന്റെ മോൾ എവിടെടാ? 2 ദിവസമായി അവളോട് വന്നിട്ട്. എവിടെ ഉണ്ടെന്നോ എന്ത് സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല സാർ. നിന്റെ മോളെ കുറിച്ച് അന്വേഷിക്കുന്ന ആരാന്നറിയോ? വീരുഭായ്. ഈ വിശാഖപട്ടണത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് വീരുഭായ് ഒറ്റൊരാളാണ്. പോലീസ്, കോർട്ട് എല്ലാം വീരുഭായിയാ. നിങ്ങളോട് എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല സാർ. സത്യമായിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വീരുഭായിക്ക് നിന്റെ പുന്നാര മോളോട് ഭയങ്കര ഇഷ്ട. ഭായിയുടെ കൂടെ അവക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. വീരുഭായിയുടെ ആൾക്കാർ നിന്നെ അന്വേഷിച്ചൂടെ വന്നിരുന്നു മോളെ. അവരുടെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയ എന്താവും ഓർത്ത് എനിക്ക് പേടിയാവുക. നിനക്കൊരാളോട് ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. എന്നെ അവന് വലിയ ഇഷ്ടമാ. നിന്നെ സ്നേഹിക്കുന്നവന്റെ കൂടെ നീ പൊയ്ക്കോ മോളെ, എവിടേക്കെങ്കിലും പൊയ്ക്കോ. മൂന്ന് ദിവസമായിട്ട് നീ ഇതെവിടെയാ? നീ ഇപ്പൊ എവിടെയുണ്ട്? നിന്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട് ഞാൻ. അവന്മാർ ഇത്രയും നാൾ നിന്റെ പുറകെ നടന്നിട്ടും നീ എന്താ എന്നോട് അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നത്? അതിനർത്ഥം നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവനോടുള്ള പേടി കൊണ്ടാണ് തീരുമാനം എടുത്തെന്നല്ലേ? ശരിയല്ലേ? എന്റെ കൂടെ വാ. എവിടേക്ക്? അവരിപ്പോ നിന്നെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി അവർ എന്നെയും കൂടെ കാണാൻ പോവാ. വേണ്ട സത്യ, അങ്ങനെയായിരുന്നെങ്കിൽ അവരെന്റെ പുറകെ വന്നപ്പോ തന്നെ ഞാൻ പറയില്ലായിരുന്നോ? ഇപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. അണ്ണാ, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോ അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അവളെ ഇങ്ങ് പിടിച്ചോണ്ട് വാടാ. റോങ് ടൈമിലാ മോനെ നീ എന്നെ കാണാൻ വന്നത്.
എന്നാടാ ചെയ്യ്. ആ എന്താന്ന് വെച്ചാ ചെയ്യ്. ചെയ്യാൻ നിന്നീന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതൊന്നും അല്ല സത്യം. നമുക്ക് ഈ വഴക്കൊന്നും വേണ്ട. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം മതി. എന്റെ അടുത്ത് നീ ഉണ്ടല്ലോ, അത് മതി എനിക്കെന്നും. ഇവിടുന്ന് എവിടേക്കെങ്കിലും ദൂരത്തേക്ക് നമുക്ക് പോവാം. പ്ലീസ് 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 സത്യം. പറയടാ. അവരിപ്പോ ഹൈദരാബാദിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ നീ തന്നെയായിരുന്നു നിന്റെ മകളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ലേ? ഞാൻ എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടുന്ന എന്തും ചെയ്യൂടാ. ഇൻസ്പെക്ടർ ഭായ്, അവിഹിത ബന്ധം കൊണ്ട് ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്ത ഭർത്താവ് നാളത്തെ പത്രത്തിൽ വന്നിരിക്കണം. അജയ് അണ്ണാ, അവൾ എന്നെ മോഹിപ്പിച്ചു കളഞ്ഞു. നമുക്ക് ആ സത്യം കൊന്നു കളഞ്ഞേക്കാം. അവര് ഹൈദരാബാദിലെത്താൻ പാടില്ല. അത് ഞാൻ ഏറ്റെണ്ണ. എല്ലാ തെളിവുകളും നശിപ്പിച്ചേക്കണം. മറക്കണ്ട. അണ്ണാ, ബസ് അങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? പന്നികളെ happy journey.
ദേവാ, ബസ് അങ്ങ് കത്തിക്കട്ടെ. ఇక్కడ పరిస్థితి చూస్తుంటే చాలా దారుణంగా ఉంది. ഏയ് ഇയാൾക്ക് ജീവനുണ്ടെന്നാ തോന്നേ. Oh my God. ഡോക്ടർ ശൈലജയോട് വരാൻ പറയൂ. പേഷ്യന്റിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. 70% ബേൺ ഇഞ്ചുറീസ്. മുഖത്തിന്റെ പകുതിയും കരിഞ്ഞു പോയിട്ടുണ്ട്. ഓൾറെഡി ഫേഷ്യൽ ടിഷ്യൂസ് ആർ ബീങ് എക്സ്പോസ്ഡ് ടു എയർ. ഏത് നിമിഷവും ബ്രെയിൻ ഇൻഫെക്ഷൻ ആയേക്കാം. വോക്കൽ കോഡ്സിന് വരെ പ്രോബ്ലം സംഭവിച്ചിരിക്കാൻ ഇടയുണ്ട്. ബോഡിയിൽ മൊത്തം 24 ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. അതിനിത് ആക്സിഡന്റ് അല്ലേ? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ. ഈ ഒരു അവസ്ഥയില് അയാളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുമെന്ന്. എന്തുകൊണ്ട് അത് സാധിച്ചുകൂടാ? ഹി വോണ്ട്സ് ടു ലീവ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. മനസ്സ് വെച്ചാൽ നടക്കാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ പറ്റിയേക്കും. ബട്ട് പേഷ്യന്റ് കോമയിലല്ലേ ഡോക്ടർ? അവനെ അന്വേഷിച്ച് ആരും ഇതുവരെ ഇവിടെ വന്നിട്ട് കൂടിയില്ല. എന്തെങ്കിലും അവന് സംഭവിച്ചാൽ ഹൂ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? ഹീസ് മൈ റെസ്പോൺസിബിലിറ്റി. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. ഇത് നിന്റെ ലൈഫല്ല, ഞാൻ നിനക്ക് വേണ്ടി തന്ന ലൈഫ്. കാം ഡൗൺ പ്ലീസ്. സിസ്റ്റർ, കണ്ണു തുറക്കൂ. നീ ലൈഫിൽ ഇത്രയും സർപ്രൈസ് ആയിട്ടുണ്ടാവില്ല. ബി റെഡി ഫോർ ഇറ്റ്. Oh
നിനക്ക് ചെയ്തതൊരു സാധാരണ സർജറി അല്ല, വെരി കോംപ്ലിക്കേറ്റഡ് വൺ. കുറച്ച് ദിവസം ക്ഷമിച്ചേ പറ്റൂ. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാവും. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. ഈ വീട് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഇത് വിറ്റുപോയി, പൊയ്ക്കോ. ക്യാഷ് എല്ലാം റെഡിയാണല്ലോ? എഗ്രിമെന്റ് എല്ലാം സൂക്ഷിച്ച് വായിച്ചു നോക്ക്. സത്യം എന്ന് പറയുന്നത് നിങ്ങളാണോ സാർ? അല്ലടാ, ഈ വീട് ഇങ്ങനെ വെറുതെ കാലിയായി കിടക്കുന്നത് കണ്ടപ്പം 2 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 2 എന്ന് പറഞ്ഞ് നിനക്ക് തരാമെന്ന് വിചാരിച്ചു. എന്തിനാ സാർ ഇങ്ങനെ കോപിക്കുന്നത്? നിങ്ങളുടെ മുഖം നോക്കിയാൽ ആർക്കാ ദേഷ്യപ്പെടാൻ തോന്നുക? ചെറിയ പിള്ളേരുടെ ഫേസ് അല്ലേ സാറിന്? എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താ എനിക്ക് വേണ്ടേ? സർ, സത്യയുടെ ഫ്രണ്ടാ ഞാൻ. ഇവന് വരാൻ കണ്ട ഒരു സമയം. ഞാൻ സത്യമല്ലെന്ന് അകത്തിരിക്കുന്നവൻ അറിഞ്ഞാൽ അവൻ എന്റെ ചീട്ട് കീറും. സത്യം ഇവനോട് പറഞ്ഞാൽ ഇവനും എന്റെ ചീട്ട് കീറും. അത് നിങ്ങളുടെ ഫ്രണ്ടല്ലേ സാർ? അതിന് തനിക്കെന്ത് വേണം? ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാ. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ കാണും. നിനക്കെന്താ? നീ പോയിട്ട് പിന്നെ വാ. ശരി എന്നാ. വരുമ്പോ ക്യാഷ് എടുക്കാൻ മറക്കണ്ട. ഓ, നീ കയറി വാ. നിന്റെ പേരെന്താ? റാം. ഞാൻ ആരാണെന്നറിയോ? സത്യയുടെ അമ്മാവനാ. ചെറുപ്പം തൊട്ടേ അവൻ എൻ്റെ അടുത്ത് നിന്നാ പഠിച്ചത്. ഹലോ, ഞാനെന്ന് വെച്ചാ അവന് ഇതാ. അതൊക്കെ പോട്ടെ. സത്യയുടെ ഫ്രണ്ടാണെന്ന് കരുതി എന്നോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? ഓക്കെ, ഒരുങ്ങിക്കെട്ട് വന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് 2 days സമയം തരുന്നു. അതിനുള്ളിൽ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയിക്കൊള്ളണം. ഹലോ, അങ്ങോട്ടല്ല, ആ മൂലക്കെങ്ങാനും പോയി കിടന്നു. ഇവനെന്താ അലമാരി കയറി? ഇവിടെ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വീടിനൊരു 2 ലക്ഷം കൂടി കൂട്ടിച്ചോദിക്കായിരുന്നു. കഷ്ടം മോനെ. സത്യ ഈ സീക്രട്ടത്തിനോട് എപ്പോ പറഞ്ഞടാ? കള്ളൻ. എന്നെ പോലെ ഒന്നും ഒളിച്ചു വെക്കാനുള്ള കഴിവാവില്ല. അട്ടെ, എന്താ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ എൻട്രൻസ് എഴുതാനോ? 4 പേരെ കൊല്ലാൻ വേണ്ടിട്ടാ. അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അണ്ണാ. ഇതാണോടാ വീരുഭായോട് പറയാൻ പോകുന്നത്? അമ്മച്ചാണല്ലേ? ആണോടാ? പോയി നോക്കടാ. അവനെ കണ്ട പ്രശ്നമാവും. എന്നെ രക്ഷിക്കണേ പ്ലീസ്.
ആ വീരുബായുടെ ആൾക്കാരെന്തിനാ നിന്റെ പുറകെ നടക്കുന്നത്? എന്നെ കണ്ടാൽ അറിയില്ലേ എന്ത് എന്ത് ഗ്ലാമർ എന്നെ കാണാൻ. ഓ ഒരു ദിവസം അവനെ കണ്ടപ്പോ എനിക്ക് സുന്ദരനായിട്ട് തോന്നി. What a body, sir. Nice, fantastic. ഒരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. അതെ, ഒരു ഫോട്ടോ എടുക്കോ. താങ്ക് യു. ദേവാ, എനിക്ക് അവളെ വേണം. അപ്പൊ തൊട്ടെന്റെ കഷ്ടകാലവും തുടങ്ങി. അവൻ എന്റെ പുറകെ കൂടിയ പിന്നെ എന്നെ സൈറ്റ് അടിച്ചോണ്ട് നടന്ന ബോയ്സ് അത്രയും എന്നെ മൈൻഡ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി. മിനിഞ്ഞാന്നൊരു ദിവസം വീട്ടിൽ വന്ന് അമ്മയും അച്ഛനെ അവൻ ഭീഷണിപ്പെടുത്തി. എനിവേ, എന്നെ സേവ് ചെയ്തേന് താങ്ക്സ്. ഇനി അവൻ വീണ്ടും വന്നാലോ? വന്നാൽ എന്ത് ചെയ്യാനാ? വന്നോട്ടെ, എനിക്കറിയില്ല. ഇങ്ങനെ പിടികൊടുക്കാതെ നടക്കേണ്ടി വരും. ഇനിയും വന്ന നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിനെനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ. ഒരാളുണ്ടല്ലോ. ബോയ് ഫ്രണ്ടിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നറിയോ? ബട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ എവിടെ വെച്ച് കണ്ടാലും ആ ബാച്ചിന് വെറുതെ വിടാൻ തോന്നില്ല. എനിക്ക് വേണ്ടതും അത് തന്നെയാ. ഓക്കെ, വാട്ട് യു ഡു? ഒരു ഹീറോയിൻ അവിടെ നിന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്താ? എനി ഡൗട്ട്? നോ. സത്യത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ കൊള്ളാവുന്ന ഹീറോയിൻസ് കുറവായിപ്പോ. സമയം 10 എന്താ? ആ കാറ് കണ്ടില്ലേ? മുമ്പീന്ന് കാക്കയെ പോലെ ഒരുത്തനിപ്പോ ഒരു കള്ള നോട്ടായിട്ട് ഇറങ്ങുന്ന നോക്കിക്കോ. വേറൊരു എരുമയിപ്പ ഇറങ്ങി വരും, പുല്ലും ചവച്ചോണ്ട്. അവന്മാരുടെ കുറെ കുരങ്ങുകളുണ്ട്. അണ്ണാ, അവളടുത്ത് ആരാ ഇരിക്കണല്ലോ അണ്ണാ? നമ്മളാണെന്ന് അറിഞ്ഞൂടാതെ കയറി ഇരിക്കണായിരിക്കും. നീ പോയി വിളിച്ചോണ്ട് വാ. അണ്ണാ, ലവ ഇങ്ങോട്ട് വരണുണ്ടണ്ണാ. എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്ന്? അവളടുത്ത് നിനക്കെന്തൊരു പരിപാടി? അവള് നിന്റെ പെങ്ങളാണെങ്കിലേ നീ എന്റെ പാവം അളിയനാ മോനെ. അവ എന്തൊരു പറഞ്ഞ? അവൾ ഇവന്റെ ലവറാണെന്നുണ്ടോ? ഡേയ്, ജോക്കടിച്ചാണല്ലേ? ഞങ്ങൾ എന്തറിന് വന്നെന്നറിയോ? ദേവ പറഞ്ഞിട്ട്. പ്രൂഫ് എന്താടാ? പ്രൂഫാ? ഡേയ്, റൗഡിയൊക്കെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഇല്ലെന്ന് അറിഞ്ഞൂടി. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അത് പോരാ, നീ ദേവയെ വിളിക്കേ, എനിക്ക് അവനോട് സംസാരിക്കണം. എന്റെ കൂടി സംസാരിക്കുന്നത് ആ ദേവടുത്ത് സംസാരിക്കുന്ന പോലെയാണ്. ഇപ്പൊ നീ എന്നെ അടിച്ചെന്തരന്? ഇത് നിനക്കിട്ട് തന്നല്ല അളിയാ, ദേവയ്ക്കിട്ട് കൊടുത്താ. എന്തരന്? നിന്നോട് പറഞ്ഞ ദേവയോട് പറയുന്ന മാതിരി നല്ല നീ പറഞ്ഞ്. ദേവക്കിട്ട് കൊണ്ടോണ്ട് എന്റെ കൈ മെനക്കെടുത്തേണ്ടി വന്നില്ല. എന്തരനടാ അടിയുള്ള ജാഗ്രത നിക്കണത്? ഏയ്, നിന്നെ അടിച്ചല്ല അണ്ണാ, ആ ദേവക്കിട്ട് കൊടുത്താണ് അല്ലേ അണ്ണാ? നീ ശരിക്കും ബ്രില്യൻ്റെടാ. നമുക്ക് സംസാരിക്കാം. എനിക്ക് പറ്റൂല. ഞാൻ ദേവയൊന്നുമില്ല. നിന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ ഇല്ല. ഞാൻ വേണേ ദേവയെ ഫോണിൽ വിളിച്ചു തരാം. പറയടാ അണ്ണാ, ഇവിടെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടണ്ണാ. ഡയറക്റ്റ് അവൻ അണ്ണൻ്റെ കൂടി സംസാരിക്കണമെന്ന്. നിന്നോട് സംസാരിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞോ? യവ ഇതെന്തൊരു കോപ്പി പറയണത്? അത് ഞാൻ സംസാരിച്ചാൽ മതി ഇന്ന്. അണ്ണാ, ഞാൻ സംസാരിച്ചിട്ട് കേൾക്കണില്ലണ്ണാ. റേഷൻ കാർഡ് ആധാർ കാർഡും ചോദിക്കണേ. അണ്ണൻ തന്നെ ഒന്ന് സംസാരിക്കും. ആ പറ. ദേവ കേൾക്കാൻ പറ്റുന്നില്ല. ദേവയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒന്നും അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ലോ. ദേവയാണ് മൈ. കിടന്ന് തൊള്ള തുറക്കാതരാ, കുറച്ച് പതുക്കെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. ഏത് പിച്ചക്കാരന് ഞാനാ ദേവ എന്നൊക്കെ പറഞ്ഞോണ്ട് കിടന്നാ നമ്മളതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? പ്രൂഫ് ഉണ്ടോടാ? അണ്ണൻ എവിടെ ആധാർ കാർഡ് കാണാൻ? പറയടാ, എവിടെയാ ഞാൻ വരേണ്ടത്? ഇപ്പൊ മൂടില്ലടാ. ഞാൻ നിന്നോട് പറയാം, ടൈമും പ്ലേസും ഒക്കെ കൃത്യമായിട്ട്. ഹലോ. 2 ദിവസത്തെ ടൈം തന്നു, ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പൊ കളിപ്പിക്കാൻ നോക്കിയാ തിന്നുകളയോ? ഡൗട്ടാ? അതൊക്കെ പോട്ടെ, അന്നെന്തോ പറഞ്ഞല്ലോ 4 പേരെ തട്ടിക്കളയുന്നൊക്കെ, എന്നിട്ടൊന്നും നടന്നില്ലല്ലേ? അതിനു വേണ്ടി തന്നെ ഞാൻ പോകുന്നത്. ആഹാ, ആരാണോ? എക്സ്ക്യൂസ് മീ. നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, അവനെ കാണാനാ.
ഫ്രണ്ട് കോൾ. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. ഹലോ. ദേവയാടാ, എന്നോട് വരാൻ പറഞ്ഞില്ലേ? ഞാൻ വന്നു. ഒന്ന് ചുമ്മാരടാ, ഞാൻ വിളിച്ചോടനെ ദേവ ഇവിടെ വരൂ. ഡേയ്, നീ എന്നെ കുരങ്ങളിപ്പിക്കാ? ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാവടാ. ഞാൻ വിളിച്ചോടനെങ്കിൽ വരാൻ ദേവ എന്താ ചൊറിയും കുത്തിരിക്കുകയാണെന്നാണ് കരുതിയേ? നിക്കടാ അവിടെ. എവിടാ നീ? ദേവ ഇവിടെ നിൽക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അണ്ണാ എന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ശരിക്കും നീ ആരാ? പറയടാ. വേണ്ട, വേണ്ട. നീ എന്തായി കാണിക്കുന്നേ? നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? പറയടാ. 10 മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി വിശാഖപട്ടണത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു ബസ് പുറപ്പെട്ടു. അതിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. മറന്നോ നീയെ? സത്യത്തിൽ നീ ആരാന്ന് പറ. സത്യ. നിനക്ക് വേദനിച്ചല്ലേ? ഇത്രയും പേരെ ക്രൂരമായി കൊന്ന നിനക്ക് വേദനിക്കുന്നെങ്കിൽ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയാത്ത പാവന്റെ ദീപ്തി അവൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുള്ളൂ. പറയവനോട്. ദേവാ, എവിടെയാ നീ? അണ്ണ, ഇവൻ എന്നെ ഇപ്പൊ കൊല്ലും അണ്ണ. ആര്? എനിക്കറിയില്ല. എവിടെ ഉണ്ടവൻ? അണ്ണ, ദേവ എവിടെ ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണം. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നിന്റെ ദീപ്തിയെ ഒന്നും ചെയ്യല്ലേന്ന് ഇതുപോലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അത് നീ കേട്ടിരുന്നുവെങ്കിൽ പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. ഇത്രയും നാൾ മറ്റുള്ളവരെ കൊല്ലുന്നത് നിനക്കൊരു ഹരമായിരുന്നെങ്കിൽ ഇപ്പൊ മുതൽ നീ നിന്റെ മരണത്തെ ആസ്വദിക്കാൻ പോവാ. ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. ഇവനാള് കൊള്ളാലോ. 5 പൈസ മുടക്കാതെ ഗവൺമെന്റ് ചെലവിൽ കൊന്നു കളഞ്ഞില്ലേ? ടൂ മച്ചിയാ. ഇങ്ങനെ കൊല്ലാൻ കൂടി കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ? അതും ജനങ്ങൾ പവർ കട്ട് കൊണ്ട് പൊറുതിമുട്ടി ഈ സമയത്ത്. ഏയ് സുരേഷ്, എനി ക്ലൂസ്? നോ സർ. ACP ആരാ ചെയ്തത്? നിനക്കറിയാതിരിക്കോ വീരു? എല്ലാ തെളിവുകളും നശിപ്പിച്ച് വളരെ പ്ലാനിങ്ങോടെ ഓപ്പറേറ്റ് ചെയ്ത ഒരു മർഡർ ആയത്. നീ ചെയ്യുന്ന പോലെ തന്നെ ഇവൻ്റെ ഈ കിടപ്പ് കണ്ടില്ലേ? നല്ല ബുദ്ധിപൂർവ്വം അവൻ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ക്ലൂ മാത്രം തന്നിട്ടുണ്ടവൻ. എന്താ അത്? ജസ്റ്റ് ഒരു കത്തി കൊണ്ടോ ബുള്ളറ്റ് കൊണ്ടോ പറഞ്ഞു വിടേണ്ടവനെ ഇവിടെ കിടത്തി ഇങ്ങനെ നരകിപ്പിച്ച് കൊല്ലണമെങ്കിൽ അവൻ്റെ ബോഡിയിൽ ഓടുന്ന ബ്ലഡ് ആയിരിക്കില്ല, പ്രതികാരമായിരിക്കണം അത്. കാറ്റേ കാറ്റേ നീ പൂക്കാമറ കാറ്റില്ലേ? എന്തെങ്കിലും തൊട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഷർട്ട് തൂക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ఆ ఫ్యాన్ కరగదల నోక అమ్మా ఇది పచ్చికి అడిగినోళ్ళ. మీరు సుఖంగా నిద్రపోవాలంటే మేల్కోండి. మీ చుట్టూ జరిగే నేరాల గురించి తెలుసుకోండి. మునిపెన్నడూ జరగని విధంగా వైజాగ్ లో ఓ సంచలన హత్య. കൊലപാതകമൊക്കെ ഇവിടെ സാധാരണയാ. ഇതൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഞെട്ടിക്കല്ലേ? హత్యకు గురైంది ఎవరో కాదు, వీరుభాయ్ మనిషి దేవా.
హంతకుడు చంపింది కత్తితోనో గన్నుతోనో కాదు, కరెంటు షాక్ తో చంపేశాడు. రెప్పపాటు నిర్లక్ష్యం ఒక్కోసారి మీ ప్రాణాల మీద గెంచవచ్చు. తస్మాత్ జాగ్రత్త. మిమ్మల్నే ఆ హంతకుడికి కర్ర, కత్తి, గన్, బాంబు అవసరం లేదు. మీ ఇంట్లో కరెంటు ఉంటే చాలు. మీకే తెలియకుండా క్షణాల్లో మీ పంచ ప్రాణాలు గాల్లో కలిసిపోతాయి. హంతకుడు మీ ప్రక్కనే ఉండొచ్చు, మలయాళం ఛానల్ కానీ మీకు తెలియదు. అలుసుగా తీసుకొని దురుసుగా ప్రవర్తిస్తే ప్రాణాలకే ప్రమాదం. మీ ప్రాణాలు దక్కించుకోండి. അതെ. എക്സ്ക്യൂസ് മീ, എന്തിനാ ഓഫ് ചെയ്തേ? അവൻ പേടിപ്പിക്കുക സാർ. സാർ, നിങ്ങളോട് ഞാൻ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാർ. ക്ഷമിക്കണേ സാർ. ഞാനിവിടെ നിന്ന് പോയേക്കാം. എങ്ങോട്ട്? ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ എനിക്കൊരല്പം ഇടം കിട്ടാതിരിക്കില്ല. എന്നെക്കുറിച്ച് അറിയാവുന്ന ഏക വ്യക്തി നിങ്ങളൊരാൾ മാത്രമാണ്. ഇനി ആരെങ്കിലും അത് അറിഞ്ഞാലും എന്റെ ജോലി തീരുന്നതിന് മുമ്പ് താൻ പോയാലും ടിവിയിൽ തന്റെ ഫോട്ടോ വരും. അത്രയും വലിയ ബമ്പർ ഓഫർ എനിക്ക് എന്തിനാ സാർ? ഞാനിവിടെ ഉണ്ടാകും സാർ. ഞാനൊന്ന് ചെല്ലട്ടെ. എവിടേക്ക്? ഒന്ന് മുള്ളിയിട്ട് വരാം പ്ലീസ്. ആ ACP പറഞ്ഞതുപോലെ ഏതോ ഒരുത്തനുണ്ട്. എവിടെയുണ്ട് അവൻ? എവിടെയുണ്ടിപ്പോ? ഹലോ അണ്ണാ, ഞാൻ ദേവയുടെ ഫ്രണ്ടാ. ആ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിന്റെ കാര്യം ദേവ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് അണ്ണനോട് പറയുന്നതിന് മുമ്പ് ഭാവം നമ്മുടെ ദേവ. ഡേയ്, ഏതോ ഒരു പെണ്ണിന്റെ കാര്യമാണ് നീ സംസാരിക്കുക. ആ പറഞ്ഞു. എവിടെയാ